മുംബൈ മൃഗശാല. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ മുംബൈയിലെ പ്രസിദ്ധമായ ബൈക്കള സൂ, മുംബൈ സൂ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. മുംബൈയിലെ മൃഗശാല. അപ്പോൾ ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 1-2 മണിക്കൂറുകളോളം നമുക്ക് ഇവിടെ കിടന്ന് കറങ്ങേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കധികം കാഴ്ചകളുണ്ട് ഇവിടെ, ഒരുപാട്. അപ്പോൾ വളരെയധികം എന്തൊക്കെയാണ് കാത്തു വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ആങ്സൈറ്റി ഉണ്ട് മനസ്സിൽ. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടു തുടങ്ങാം. 50 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മൃഗശാല അഥവാ ഉദ്യാനമാണ് മുംബൈ സൂ അഥവാ ജീജാമാത ഗാർഡൻ. ഈ കാണുന്ന പ്രവേശന കവാടത്തിലൂടെയാണ് നമുക്ക് മൃഗശാലയിലേക്ക് പ്രവേശനം ലഭിക്കുക. നല്ല തിരക്ക് കാണാൻ സാധിക്കും. ഇടതുവശത്തുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും 50 രൂപയുടെ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിക്കാം. ബ്രിട്ടീഷ് രാജാവ് കിങ് എഡ്വേർഡ് 7ാമൻ്റെ സ്റ്റാച്ചുവാണ് ഈ പ്രവേശന കവാടം കടന്നു കഴിയുമ്പോൾ നമുക്ക് ഈ മൃഗശാലയിൽ കാണാൻ സാധിക്കുക. ഇവിടെ ഈ ഉദ്യാനത്തിൻ്റെ, ഈ മൃഗശാലയുടെ മുഴുവൻ മാപ്പ് കൊടുത്തിട്ടുണ്ട്. എവിടെയൊക്കെ ഏതൊക്കെ ജീവികളാണ്, ഏതൊക്കെ സസ്യങ്ങളാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറകിൽ മാപ്പിൽ കാണുന്നു. 843 സ്പീഷീസിലായിട്ട് ജീവികളും സസ്യജാലങ്ങളും ഇവിടെ ഉണ്ടെന്നാണ് അറിയാനായി സാധിച്ചത്. ഇവിടെ ജീവികൾ, മൃഗങ്ങളെ കൂടാതെ സസ്യവർഗ്ഗങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെടികളുടെയൊക്കെ കാര്യങ്ങൾ, വിവരണങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ ബോർഡുകളൊക്കെ കാണാൻ സാധിക്കട്ടെ. ഇത് നമ്മളുടെ നാട്ടിലത്തെ പനയാണ് ഗൈസ്. ഇനി ഇവിടെ ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ കാലത്തെ ഒരു പീരങ്കി എൻ്റെ പുറകിലായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. 160ഓളം വർഷം പഴക്കമുള്ള ബ്രിട്ടീഷുകാരുടെ ഒരു പീരങ്കിയാണ് ഈ കാണുന്നത്. മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയിൽ കടുത്ത ഉഷ്ണകാലമാണ് ഇപ്പോൾ ഉള്ളത്. അതിനാൽ തന്നെ പലതരം മൃഗങ്ങളെയും ഇവിടെ നിന്ന് താൽക്കാലികമായി അടുത്തുള്ള സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നാണ് അറിയാനായി സാധിച്ചത്. ഇവിടെ ഒരു കുരങ്ങൻ്റെ പ്രതിമ, എല്ലാവരും അവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് നമ്മൾ ആ തിരക്കിലോട്ട് പോകണില്ല. ഇവിടെ വെച്ച് തന്നെ കാണാം. എന്നിട്ട് നമുക്കിവിടെ സ്ഥലം വിടാം. നമ്മളുടെ നാട്ടിൽ സുലഭമായിട്ട് കാണാൻ സാധിക്കുന്ന മറ്റൊരു ജീവി, ആന. അതിനെ കാണാനായിട്ടാണ് ഇവിടെ ഇത്രയും തിരക്ക് കേട്ടോ. അപ്പം നമുക്കും ഒന്ന് കണ്ടു കളയാം. ഇത്രയും പ്രശസ്തമായ ഈ വലിയ മൃഗശാലയിൽ ഇപ്പോൾ പല ജീവികളെയും മാറ്റിയിരിക്കുകയാണെന്ന വാർത്ത സ്വല്പം നിരാശ ഉളവാക്കുന്നതായിരുന്നു. എന്നാലും നമുക്ക് ടൈഗറിനെയും പെൻഗിനെയും എല്ലാം കാണാമെന്നത് വലിയ ഭാഗ്യമാണ്. ഇവിടെ ആനനെ കാണാനുള്ള തിരക്കാണ് ഗൈസ്. ഈ പുറകിൽ മുഴുവനും പബ്ലിക് കേട്ടോ. ഇവിടെ സിംഹത്തിന്റെ പടം വെച്ചിട്ട് വെയിറ്റ്, ഐ ആം കമ്മിങ് സൂൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്. ഇവിടെ സിംഹമില്ലാത്തൊരു കൂടാണിത്. ഇവിടെ ഇങ്ങനെ വലിയ കമ്പിയും കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കേജ്, കൂട് ഭയങ്കര വലുതാട്ടോ. ഇവിടെ താരതമ്യേന നല്ല വൃത്തിയുള്ള ഒരു വാഷ്റൂം ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ ഗൈസ് ലയൺ ഈ ഭാഗത്ത് കാണിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ ലയൺ ഇല്ല. ആ ഭാഗത്തായിട്ട് വോൾഫ്, ബിയർ, ലിയോപാഡ്, ഹൈന, ജക്കൽ. അപ്പോൾ നല്ല ചാകരയാണ് ആ സൈഡിൽ. അപ്പോൾ ആ സൈഡിലേക്ക് തന്നെ നമുക്ക് പോവാം. അവിടെയുള്ള ചാകര നമുക്ക് മൊത്തത്തിലൊന്ന് കാണാം. നമ്മൾ അന്വേഷിച്ച നമ്മളുടെ പുലി, നമ്മുടെ ടൈഗർ കണ്ടെത്തുവാൻ സാധിച്ചു. ഇവിടെ എൻ്റെ പുറകിലായിട്ട് വാഗ്, ടൈഗർ ടെറിട്ടറി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ടൈഗറിൻ്റെ തേടി അങ്ങോട്ട് പോകാം. അവസാനം ഗായസ്, ഞാനും എന്റെ പ്രതിബിംബമായ ടൈഗറും കണ്ടുമുട്ടി. ഈ ഒരു മുതലിനെ കാണാനായിട്ടാണ് ഇത്രയും ദൂരം വന്നത്. അപ്പോൾ ഇവരെ കണ്ടതോടുകൂടി നമ്മുടെ പൈസ വസൂലായി. ഈ ഗാർഡനിലേക്ക് മാർച്ച്, ഏപ്രിൽ, മെയ് ഉൾപ്പെടുന്ന ഉഷ്ണകാലത്തിൽ വരാതിരിക്കുകയാണ് നല്ലത്. കാരണം നമുക്ക് ഒരുപാട് മൃഗങ്ങളെ ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഗൈസ് പുറകിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സ്ലോത്ത് ബിയർ. ഹിന്ദിയിൽ അസ്വൽ എന്ന് എഴുതിയിട്ടുണ്ട്. കുറച്ച്
മോഗ്ലിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട് അവിടെ. അങ്കിൾ ബഗീര, മോഗ്ലി, അങ്ങനെയുള്ള കുറേ കാർട്ടൂൺ കഥാപാത്രങ്ങൾ. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാർട്ടൂൺ കഥാപാത്രം കുട്ടിക്കാലത്തെ മൗഗ്ലി. ഒരിഞ്ഞ തിരക്കാണ് ഭഗവാനെ. ഇതിൻ്റെ ഉള്ളിൽ 2 കരടികളുണ്ട്. പക്ഷേ 2 പേരും ശരിക്കും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഒരാള് ഈ മരത്തിന്റെ മുകളിലുണ്ട്. പിന്നെ ഒരാള് അവിടെ ഏട്ടാ, അവിടെ ശരിക്കും കാണാൻ പറ്റും കേട്ടോ. ഇവിടെ അധികം സാധനങ്ങളും ക്ലോസ് ആണ്. ഇവിടെ പാമ്പിന്റെ ഒരു പടം വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഭാഗത്തേക്കുള്ള എൻട്രി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പാമ്പിനെ കാണാനായിട്ട് സാധിച്ചില്ല. ഇവിടെ ഈ ബൈക്കുള്ള മുംബൈ മൃഗശാലക്കുള്ളിൽ ഒരു അടിപൊളി കഫേ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും സാപ്പാട് അടിക്കാം. നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബർഗറും ഒരു കൊക്കക്കോള ഗ്ലാസും മേടിച്ചു. ഇവിടെ ടേക്ക് അവേ ആണ്. അവിടെ നിന്ന് തിന്നാനൊന്നും പറ്റില്ല. അപ്പോൾ കുറച്ച് ദൂരെ വന്നു. അപ്പോൾ ഇവിടെ വെക്കാനൊന്നും സ്ഥലമില്ല. അപ്പോൾ ഇവിടെ അടിയിലായിട്ട് കൊക്കക്കോള ഗ്ലാസ് കാണാൻ സാധിക്കും. ഇത് ബർഗർ, വെജ് ബർഗറാട്ടോ. കൊള്ളാം, തിരക്കേടില്ല. ഇവിടെ നമ്മളുടെ ഈ അടുത്തായിട്ടുള്ള സ്ഥലത്ത് ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഹിപ്പോപ്പൊട്ടാമസിനെ ഒന്ന് കണ്ടു കളയാം. ഹിപ്പോ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. അത് കാരണം ഹിപ്പോയെ ശരിക്കും അങ്ങോട്ട് കാണാൻ സാധിച്ചില്ല. ഇവിടെയും ഹിപ്പോപ്പൊട്ടാമസ് തന്നെയാണ്. പക്ഷെ ഇവിടെയും അവിടുത്തെ പോലെ തന്നെ, മുമ്പ് കണ്ട സ്ഥലത്ത് പോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കെടുക്കുകയാണ്. കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിച്ചുള്ളൂ. ഈ ഭാഗത്തുള്ള 4 കൂടുകളിൽ വാനരന്മാരാണ് ഫുള്ള്. വാനരന്മാരും അവരുടെ ഫാമിലീസും. ഭയങ്കര തിരക്കാ ഗൈസ്. പ്രവൃത്തി ദിവസങ്ങളിൽ, വർക്കിംഗ് ഡേയ്സിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും തിരക്കുണ്ടാവില്ല. അപ്പോൾ ശരിക്കെല്ലാം കാണാനൊക്കെ സാധിക്കും. സൺഡേ അതുപോലെ വീക്കെൻഡിലൊക്കെ വരരുത്. വീക്കെൻഡിലൊക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. ഭയങ്കര തിരക്കായിരിക്കും. ഈ കാണുന്നത് കാനൺ ബോൾ ട്രീകളാണ്. കാനൺ ബോൾ ഫ്രൂട്ടുകളാണ് ഈ കാണുന്നത്. ഈ കാഴ്ച ഒരു വർത്ത് വാച്ചിങ് ആണ്. നമ്മൾ അവിടെയൊക്കെ പോയിട്ട് വാനരന്മാരെയൊക്കെ കണ്ട് തിരിച്ചു വന്നു. എന്നിട്ടും ഇവിടെ ഹിപ്പോകൾ വെള്ളത്തിൽ നിന്ന് മുകളിലോട്ട് വന്നിട്ടില്ല ഇതുവരെ. ഇവിടെയൊക്കെ നല്ല രസത്തിൽ കണ്ടോ, പാറ പോലെയൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലൊന്നും ഒന്നുമില്ല കേട്ടോ. ഇവിടെ ട്രീ ഓഫ് ഹെവൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ചെടി എവിടെയോ കണ്ട് പരിചയമുള്ളൊരു ചെടിയാണ്. ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് സാമ്പാറുകളെ കാണാനായിട്ടാണ്. നമ്മുടെ സാമ്പാറല്ല കേട്ടോ, സാമ്പാർ. അപ്പോൾ ഇവിടെ സാമ്പാറിന് നമുക്ക് ദാ കോർണറിൽ ആ ഒരു ചെറിയൊരു കെട്ടിടം പോലെ ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിലായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇന്ത്യയിലാകെ ഒരു സ്ഥലത്ത് മാത്രമേ പെൻഗ്വിനുകളുള്ളൂ. ആ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്, മുംബൈയിലെ ഈ സൂവിൽ. ഇവിടെ ഒരു പ്രത്യേകതരം സ്പ്രിംഗ്ലർ കാണാൻ സാധിക്കും. 1, 2 സ്പ്രിംഗ്ലറുകൾ. പിന്നെ കുറേ ചെടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്.
ഹംബോൾട്ട് വർഗത്തിൽപ്പെടുന്ന പെൻഗിനുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് വളരെ അധികം വിവാദമായിട്ടുള്ളൊരു പെൻഗിൻ കേന്ദ്രമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് ഇവിടെ ഒരു 1-2 പെൻഗിനുകൾ മരിച്ചിരുന്നു. അപ്പോൾ വിവാദമായൊരു പെൻഗിൻ കേന്ദ്രമാണ്. പിന്നെ ഈ പെൻഗിൻ വെച്ച് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലും വലിയ വിവാദങ്ങളുണ്ട്. ഒരു നേതാവിനെ തന്നെ പെൻഗിൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അടിപൊളി പെൻഗിനെ കാണാൻ പറ്റി. അന്റാർട്ടിക്ക പോകേണ്ടി വന്നില്ല. ഇവിടെ മുംബൈയിലുള്ള ബൈക്കള സൂയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഗിനെ കാണാം. ഇവിടെ പെൻഗ്വിൻ പാർക്ക് പിന്നിടുമ്പോൾ വളരെ വിശാലമായ ഒരു കഫേ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെയധികം സഞ്ചാരികൾക്ക് റിഫ്രഷ് ആവാനുള്ള സ്ഥലം ഈ കഫേയിലുണ്ട്. ഒന്നും കഴിക്കാതിരിക്കുകയാണ് നല്ലത് ഗൈസ്. നല്ല പൊരിഞ്ഞ വിലയാണ്. വില കേട്ടപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. മുംബൈ പോലുള്ള ഇത്രയും വലിയ മഹാനഗരത്തിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു ഉദ്യാനം, ഗാർഡൻ പണിതുയർത്തിയ ബ്രിട്ടീഷുകാർക്കും അത് നവീകരിച്ച ഇപ്പോഴത്തെ ഭരണകർത്താക്കൾക്കും വളരെയധികം റെസ്പെക്റ്റ് അർഹിക്കുന്നുണ്ട്. ഇത്രയും നല്ല ഗ്രീനറി ബാക്കി ഒരു സ്ഥലത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഒരു രാജവെമ്പാലയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ രാജവെമ്പാല ഉണ്ടോ അതോ വെറും ഫോട്ടോ മാത്രമാണോ വെച്ചിരുന്നത് ദൈവത്തിനറിയാം. എന്ന് വെച്ചാൽ വളരെ കാര്യങ്ങളിവിടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ, മൃഗങ്ങളൊന്നും കാണാനില്ല. ഇവിടെ നല്ലൊരു പലകപ്പാലമുണ്ട്. ആ പലകപ്പാലത്തുമ്മേ കൂടിയാണ് നമ്മളിപ്പോൾ വരുന്നത്. നല്ല തണുപ്പാണ് ഇതിൽ കൂടി വരുമ്പോൾ കേട്ടോ. അതുപോലെ നല്ല ഗ്രീനറി, നല്ലൊരു ആശ്വാസം, ഉണർവ് ഇതിൽ കൂടി ഉള്ളിൽ കൂടി വരുമ്പോൾ തോന്നുന്നുണ്ട്. ഇവിടെ നിറയെ പക്ഷികളാട്ടോ. പലതരത്തിലുള്ള പക്ഷികളുടെ ഒച്ചകൾ തന്നെയുണ്ട്. പക്ഷേ എവിടെയൊക്കെയാണ് ആ ഒരുപ്പ് എടുത്തതെന്ന് വെച്ചിട്ടില്ല. ചിലതൊക്കെ പറന്നു പോകുന്നുണ്ട്. നല്ല ഇഷ്ടംപോലെ മരങ്ങളും അതുപോലെ മരത്തിൻ്റെ മുകളിലൊക്കെ കുറച്ച് കായകനികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തിന്നാനായിട്ട് ഈ വലിയ നഗരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഗാർഡൻ കിട്ടിയത് അവരുടെ ഒരു ഭാഗ്യം. ഈ പുറകിലുള്ളത് പഞ്ചവർണ്ണ തത്തയാട്ടോ. 1, 2, 3, 4 പഞ്ചവർണ്ണ തത്തകൾ ഈ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ ഒരുപാട് ആമകളെ കാണാൻ സാധിക്കും ഈ ചില്ലും കൂടിൻ്റെ ഉള്ളിൽ. ഇവര് ഫുള്ള് പറ്റിക്കൽസം കേട്ടോ. ഇവിടെ നീരാളിയുടെ പടം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നീരാളി എവിടെ? 3 hearts 9 brains ആൻഡ് ബ്ലൂ കളേർഡ് ബ്ലഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നീരാളിനെ മാത്രം കാണാനില്ല. ഇവിടെ ഗൈസ് ക്രോക്കോടെയിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുതലകളും ചീങ്കണ്ണികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് കയറി നോക്കാം. ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എവിടെ മുതല? എവിടെ? വെള്ളം മാത്രമുണ്ട്, പച്ച വെള്ളം. മുതലിന് മാത്രം കാണാനില്ല. ഇവിടെ ഗൈസ് 2-3 അറകളിലായിട്ട് ഇങ്ങനെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ മുതലും ചീങ്കണ്ണിയൊക്കെ ഉണ്ട്. പക്ഷെ അവയൊന്നും ഇപ്പോൾ ഇവിടെ കാണാനേ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അപ്പുറത്തൊരു അറയിൽ വെച്ചേക്കാണ്, അവർ തുറന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പൈസ വസൂലാവുന്ന ഇങ്ങനെയുള്ള ചെറിയ കലാപരിപാടികളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ വെള്ളംചാട്ടം. ഇവിടെ നമുക്ക് ഛത്രപതി ശിവാജി മഹാരാജാവിനെയും ശിവാജി മഹാരാജാവിൻ്റെ മാതാവ് ജീജാമാതയെയും കാണാനായിട്ട് സാധിക്കും. വളരെ സുന്ദരമായിട്ടാണ് ഈ ശില്പം ഇവിടെ പണിതു വച്ചിരിക്കുന്നത്. ആളുകളൊക്കെ ഒരുമാതിരി സ്വഭാവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നില്ല, അതുപോലെ കാണുന്നവരെ കാണിക്കണമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയിലൊക്കെ ഇങ്ങനെ നടുക്കൊക്കെ തമ്പടിച്ച് വെക്കും. അതുപോലെ എന്താ പറയുക, എല്ലാവർക്കും തടസ്സം സൃഷ്ടിച്ചിട്ട് പോണവർ പോകാനും സമ്മതിക്കില്ല. അങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള കുറച്ച് ടൈംസ് ഇവിടെ എത്തിയിട്ടുണ്ട്.
അപ്പം നമ്മളുടെ ഇന്നത്തെ മുംബൈ സൂ, മുംബൈ മൃഗശാല ആൻഡ് ഗാർഡൻ വിസിറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മളുടെ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലെ ഒരുപാട് വീഡിയോസുമായി വരുന്നതായിരിക്കും. അതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ ഒരു എനർജി വേണം. അപ്പോൾ എനർജിക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. അതുവരെ ബൈ, സി യു അഗൈൻ. ജയ് ഹിന്ദ്.